നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മോള് സത്യം പണം നൽകി അകറ്റി നിർത്താനാ. അതിന് എത്ര പണം വേണമെങ്കിലും സത്യമ്മ മുടക്കാൻ തയ്യാറാ. പരസ്പരം തന്നെയും കൊടുത്തോ? അങ്ങോട്ട് കൊടുക്ക. വിഷ്ണുവേട്ടാ, സത്യമേ അല്ല, പപ്പിയും സത്യം എവിടെ? അവരെ കണ്ടില്ലല്ലോ. അയ്യോ, ഞാൻ അവരെ വിളിക്കാൻ മറന്നുപോയി. ഞാൻ ഇപ്പൊ വിളിച്ചിട്ട് വരാം. ആ പൊന്നി, എനിക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തോണ്ടോ? സുസ്മിത വന്ന് ഇടയ്ക്ക് കയറിയതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നമുക്ക് നടത്താൻ പറ്റിയില്ല. ഞാനതിപ്പം നടത്താൻ പോവാ. മോളെ ശാലിനി, അപ്പോ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തൊന്ന് തുടങ്ങാം. രാഘവേട്ടന്റെ അമ്മ എന്നെ ഏൽപ്പിച്ച അധികാരം ഈ നിമിഷം വരെ ഞാനത് ഭംഗിയായിട്ട് നടത്തിയെന്നാ എന്റെ വിശ്വാസം. ഇനി അല്പം വിശ്രമമാവാം. ഇവരുടെയൊക്കെ സന്തോഷം കണ്ട് രാഘവേട്ടനോടൊപ്പം. എന്താ രാഘവേട്ട, അതിനുള്ള സമയമായില്ലേ? നിറഞ്ഞ മനസ്സോടെയും എല്ലാ അനുഗ്രഹത്തോടെയും നിനക്ക് നൽകുക ഈ വീടിന്റെ താക്കോൽ. ഈ വീടിന്റെ അധികാരം ഞാൻ എന്റെ മൂത്ത മരുമകളായ ശാലിനി വിഷ്ണുവിനെ ഏൽപ്പിക്കുകയാണ്. ദാ മോളെ താക്കോല്. ഇനി ഇത് നിനക്ക് അവകാശപ്പെട്ടതാ. വാങ്ങിക്കേ. നിന്റെയും വിഷ്ണുവിന്റെയും ജീവിതത്തിലേക്ക് സത്യ കടന്നു വരാത്ത രീതിയിൽ സത്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. മോളെ, സത്യയുടെ പേരിൽ നല്ലൊരു തുക ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തോളാം. സത്യമ്മ, എനിക്ക് വേണ്ടത് അധികാരമല്ല, അതിനേക്കാൾ വലുത് എനിക്കെന്റെ മോള് തന്നെ. സത്യം മറന്നുള്ള ഒരു സ്ഥാനവും എനിക്ക് വേണ്ട. സത്യം മറന്നുള്ള സ്ഥാനോ? അത്
അതെന്താ അങ്ങനെ പറഞ്ഞേ? ശാലിനി, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവാഞ്ഞിട്ട ശാലിനി. മോളെ, എന്റെ സർവ്വ ഐശ്വര്യങ്ങളും ഞാൻ നിനക്കായി തരിക. മോളെ, പകരം നീ എന്റെ മരുമകളായി, എന്റെ മകന്റെ ഭാര്യയായി മാത്രം നീ ഇങ്ങോട്ട് വന്നാ മതി. മോളെ, സത്യമ്മ പറയുന്നത് നമ്മൾ ഇത്രയും നാൾ ആഗ്രഹിച്ച കാര്യം തന്നെയല്ലേ? പിന്നെ എന്തിനാ അതിനെ എതിർക്കുന്നത്? അമ്മ എന്തറിഞ്ഞിട്ട് അമ്മ പറയുന്നത്? എന്നെ മാത്രമേ സത്യമ്മ ക്ഷണിച്ചിട്ടുള്ളൂ. എന്റെ മോള് സത്യം പണം നൽകി അകറ്റി നിർത്താനാ. അതിന് എത്ര പണം വേണമെങ്കിലും സത്യമ്മ മുടക്കാൻ തയ്യാറാ. പണത്തിന് വേണ്ടി, ഇവിടുത്തെ അധികാരത്തിന് വേണ്ടി ഞാൻ എന്റെ കുഞ്ഞിനെ മറക്കണോ? പറ അമ്മ. അങ്ങനെ ആർക്കെങ്കിലും കഴിയോ? ഇനി അവളെ കൂടി എന്തൊക്കെ ഭാമ പറഞ്ഞു ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? സ്വന്തം മക്കളെ ആർക്കെങ്കിലും വിൽക്കാൻ പറ്റുമോ? മനസാക്ഷിയുള്ള അമ്മമാർക്ക് ആർക്കെങ്കിലും അതിന് കഴിയോ? സത്യമേ, നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ എത്രയോ മുഖ്യമാണ്, അതുപോലെ തന്നെയാ എന്റെ മകൾക്ക് അവളുടെ മോളും. പണം കൊടുത്ത് മക്കളെ ഒഴിവാക്കാൻ പറയുന്ന ഏർപ്പാട് ഞങ്ങളുടെ കുടുംബത്തിലില്ല. അങ്ങനെ കാശ് വാങ്ങി മക്കളെ വിൽക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. വിഷ്ണു, അമ്മ പറഞ്ഞത് തിരുത്തണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചങ്കിക്കൊള്ളുന്ന വാക്കുകൾ പറയുമ്പോ മനസ്സുകൊണ്ട് മൗനാനുവാദം കൊടുക്കുന്ന രീതിയിൽ നിൽക്കരുത്. അത് പിന്നീട് നിനക്ക് ദോഷം ചെയ്യും. അമ്മ, ഇനിയൊന്നും പറയണ്ട, നമുക്ക് പോവാം. ഒരുപാട് സ്വപ്നങ്ങളായിട്ടാ മോൾ ഇവിടേക്ക് വന്ന് കയറിയത്. ആ സ്വപ്നങ്ങളൊക്കെ ഒരിക്കലും ഫലിക്കാത്തതാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് വേണ്ടേ നമുക്കിവിടുന്ന് ഇറങ്ങാൻ? അമ്മ, എന്താ അമ്മ ഇതൊക്കെ? മോള് കേട്ടതല്ലേ ഇതൊക്കെ? ഇനി ഒരിക്കൽ കൂടി നിനക്ക് നിന്റെ കുഞ്ഞേച്ചിയോട് ഇതൊക്കെ ആവശ്യപ്പെടാൻ പറ്റൂ? ഇല്ലമ്മേ, പപ്പിമോളുടെ കാര്യത്തിൽ പറ്റിയതുപോലൊരബദ്ധം സത്യമോളുടെ കാര്യത്തിൽ എന്റെ കുഞ്ഞേച്ചിക്ക് പറ്റരുത്. ഞാനതിന് കൂട്ടുനിൽക്കില്ല. എനിക്ക് കുഞ്ഞേച്ചിയുടെ ഒരു ശാപം മതി. ഈ ശാപം കൂടി ഏൽക്കാൻ എനിക്ക് വയ്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.